ഹലോ കൂട്ടുകാരെ, വീണ്ടും കാശ്മീർ ട്രിപ്പിന്റെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തിന്റെ കാഴ്ചകൾ കാണാം. എല്ലാവർക്കും സ്വാഗതം. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ആപ്പിൾ വാലി, ആപ്പിൾ തോട്ടമൊക്കെ കാണാനാണ് രാവിലെ തന്നെ പുറപ്പെട്ടത്. അപ്പോൾ ഗുൽമാർഗ് വഴി, ഗുൽമാർഗിലേക്കാണ് അത് കഴിഞ്ഞ് പോകുന്നത്. ആപ്പിൾ തോട്ടം ഞങ്ങൾ ഇങ്ങനെ കണ്ടു. ഇപ്പൊ അവിടെ ആപ്പിളിന്റെ സീസൺ അല്ല, അതുകൊണ്ട് ആപ്പിൾ മരമൊക്കെ പൂവിടുന്നേ ഉള്ളൂ. റോസ് നിറത്തിലുള്ള ആപ്പിൾ മരം, ആപ്പിൾ പൂക്കളാണ് കണ്ടത്. അവിടെ ഞങ്ങൾ കുറെ 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ചെലവഴിച്ച് ആപ്പിൾ തോട്ടമൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത്, അത്യാവശ്യം ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ആപ്പിൾ ജ്യൂസ് ഉണ്ട്, ഫ്രഷ് ആപ്പിൾ അടിച്ച് അത് ഞങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ കുടിക്കാം. സെയിലിനൊന്നും അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു, അത് സീസൺ ആകുമ്പോഴേ കാണുള്ളൂ. ഇപ്പൊ പൂവിട്ട് വരുന്നേ ഉള്ളൂ. 2 മാസം അവിടെ കഴിയുമ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ ആണ് ഇത് വിളവെടുക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞത്. ആപ്പിൾ തോട്ടമൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി ഗുൽമാർഗിലേക്ക് പോയി. ഗുൽമാർഗ് അവിടുന്ന് വീണ്ടും 3 മണിക്കൂറോളം യാത്രയുണ്ട്. മഞ്ഞുമലയാണ് ഗുൽമാർഗ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച്, പ്രകൃതി ഭംഗിയിൽ അവിടെ എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. സത്ലജ് നദിയൊക്കെ അതിലെ ഒഴുകുന്നത്, കല്ല് നിറഞ്ഞ സത്ലജ് നദിയാണ്. കുളിക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ഐസ് വെള്ളമാണ് അതിൽ. കൈകൊണ്ട് തൊട്ട് നോക്കാൻ പറ്റും. ഞങ്ങൾ തൊട്ട് നോക്കി, ഐസ് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഗുൽമാർഗിൽ ചെന്നിട്ടാണ് കേബിൾ കാർ വഴിയാണ് ഞങ്ങൾ ഐസ് മലയിലേക്ക് പോയത്. കേബിൾ കാറിൽ കയറാനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അവിടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്നു തിരക്ക് പിടിച്ച് ക്യൂ നിന്നാണ് കേബിൾ കാറിൽ കയറി ഞങ്ങൾ ഗുൽമാർഗ് ഐസ് മലയിലേക്ക് എത്തി. ഐസ് മലയിൽ ചെന്നാൽ അവിടെ വീണ്ടും ബൈക്ക് റേസ്, പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനൊക്കെ വേറെ ഫീസ് കൊടുത്ത് വേണം പോകാനായിട്ട്. ഇഷ്ടമുള്ളവർക്കൊക്കെ അതിന് പോകാം. പിന്നെ അല്ലാത്തവർക്ക് അവിടെ മഞ്ഞുമലയിലും മഞ്ഞൊക്കെ വാരി കളിക്കാം. അത്യാവശ്യം ചൂട് ചായയൊക്കെ കിട്ടുകയും ചെയ്യും. ചൂട് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ 1 മണിക്കൂറോളം അവിടെ തങ്ങി. തിരിച്ച് റിട്ടേൺ പോരാനായിട്ട് അതുപോലെ തന്നെ ക്യൂ നിന്ന് കേബിൾ കാർ വഴിയാണ് തിരിച്ച് എത്തിയത്. അപ്പൊ അങ്ങോട്ട് 3 മണിക്കൂർ, ഇങ്ങോട്ട് 3 മണിക്കൂർ ആയതുകൊണ്ട് ഞങ്ങളുടെ ലഞ്ച് അന്ന് സമയത്തൊന്നും കിട്ടിയില്ല. ഈ 6 മണിയൊക്കെ തിരിച്ച് ഞങ്ങള് പട്ടണത്തിലെത്തി 7 മണിക്കാണ് ഞങ്ങൾക്ക് അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ചിക്കൻ ബിരിയാണി വാങ്ങിത്തന്നു. ചിക്കൻ ബിരിയാണി കഴിച്ചു. ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ എത്തുമ്പോഴത്തേക്കും 7, 7:30, 8 മണിയായി. പിന്നെ അന്നത്തെ പരിപാടി അത് കഴിഞ്ഞു. വീണ്ടും 3-മത്തെ ദിവസത്തെ യാത്രക്കായിട്ട് ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്ത്. മഞ്ഞുമലയിൽ ബൈക്ക് റേസിംഗ് ഒക്കെ ഉണ്ട്. അതിൽ ആണ് ആളുകൾ ബൈക്ക് റേസ് ഓടിക്കുന്നതാണ് ഇത്. താല്പര്യമുള്ള എല്ലാവർക്കും ബൈക്കിൽ കയറാം. ഡ്രൈവർ ഒരാളുണ്ടാവും, പുറകിലിരുന്നാൽ മതി. അവരവർക്ക് തന്നെ ഓടിക്കണമെങ്കിൽ ഫ്രണ്ടിലിരുന്ന് ഓടിക്കാം. അപ്പൊ അതിന് വേറെ ഫീസ് കൂടുതൽ കൊടുക്കണം. മഞ്ഞുമലയിൽ കൂടി ബൈക്ക് ഓടിച്ചു എന്നൊക്കെ പറയാലോ. അപ്പൊ ആ സമയത്ത് അവിടെ ആലിപ്പഴം മഴ പെയ്തു. അപ്പൊ ആലിപ്പഴം ഒക്കെ ഐസ് കട്ടകള് താഴേട്ട് വീണ് ഞങ്ങൾ അതൊക്കെ കയ്യിലെടുത്ത് ആലിപ്പഴമൊക്കെ പെറുക്കി. മൂന്നാമത്തെ ദിവസത്തെ വിവരണമായിട്ട് വീണ്ടും നാളെ വരാം. ഓക്കെ.